യുദ്ധത്തിൽ വിജയിക്കില്ലെന്ന് അമേരിക്കയുടെ സൈനിക മേധാവി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടായിട്ടാണ് ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംയുക്ത സൈനിക മേധാവി ഡാൻ കിൻസ് എന്ന് പറയുന്ന ആൾ നടത്തിയ പ്രസ്താവനയായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വ്യാപകമായ രീതിയിൽ ഇതിപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാനെതിരെ ശേഖരിക്കപ്പെട്ട ആയുധങ്ങളൊന്നും മതിയാവില്ല, അതിൻ്റെ സംവിധാന കാര്യങ്ങളിലൊക്കെ ഒരുപാട് പിഴവുകളുണ്ട്, ശത്രുവിൻ്റെ ശക്തി മനസ്സിലാക്കുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോൾ അവർക്ക് അമേരിക്കക്ക് തകർക്കാൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം ശത്രുവിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. തുടർന്ന് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സഖ്യകക്ഷികളുടെ പിന്തുണ ഇപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്കില്ല. ആയുധങ്ങളുടെ ശേഖരണം പൂർത്തീകരിച്ചിട്ടില്ല, വേണ്ട രീതിയിൽ ആയുധങ്ങളില്ല. അറേബ്യൻ രാജ്യങ്ങൾ ഇതിന് സഹകരിക്കുന്നില്ല, നിസ്സഹകരണമാണ്. ഇപ്പോൾ ശേഖരിക്കപ്പെട്ടു എന്ന് പറയുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകൾ, ഒന്ന് അറേബ്യൻ കടലിൽ, ഒന്ന് മെഡിറ്ററേനിയൻ കടലിൽ. ഈ കടലിലുള്ള രണ്ട് പ്രധാന കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ആക്രമിച്ച് പരാജയപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതലം കടലാണ്. ആ കടലിന് നേരെ അല്ലെങ്കിൽ ഈ കപ്പലിന് നേരെ ശക്തമായിരിക്കുന്ന ഏതെങ്കിലും ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് 75 വിമാനം ഒരു യുദ്ധക്കപ്പലിലും 60 വിമാനം മറ്റൊരു യുദ്ധക്കപ്പലിലുമുണ്ട്. ഈ വിമാനങ്ങൾക്ക് ഉയർന്നു പൊന്താൻ വേണ്ടി സാധിക്കുകയില്ല. മാത്രമല്ല, അത് ഒന്ന് തീപിടിച്ചാൽ മറ്റേനെയും കൂടി കത്തിപ്പടരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. പല രീതിയിലും അത് അനുഭവിച്ചിട്ടുണ്ട്, അമേരിക്ക തന്നെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കടലിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ട് വെനിസുലയെ പോലെ കീഴടക്കാൻ പറ്റുന്ന ഒരു ലോക്കൽ രാജ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കക്ക് വലിയ രീതിയിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, മണ്ടത്തരമായി പോയി എന്നുള്ളതാണ്. പിന്നീട് കരമാർഗം നോക്കുകയാണെങ്കിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രാജ്യങ്ങൾ ഇതിന് പൂർണ്ണമായി സഹകരിക്കണം. ഒന്ന് ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന ഇറാഖാണ്, ഇറാഖ് സഹകരിക്കുകയില്ല. മാത്രമല്ല, വലിയ രീതിയിലുള്ള മിലീഷ്യ വിഭാഗം, ഷിയ വിഭാഗത്തിൻ്റെത് ഇറാഖിലുണ്ട് എന്നതിനാൽ പൂർണ്ണമായ രീതിയിൽ ഇറാനാണ് അവർ പിന്തുണ കൊടുക്കുക. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മുന്നേറാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ രണ്ടാമത്തെ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത് അസർബൈജാനാണ്. അസർബൈജാൻ ഷിയ രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇറാന്, ഇറാഖ്, അസർബൈജാൻ 3 ഷിയ രാജ്യമാണ് രാഷ്ട്രമായിട്ട് ലോകത്തുള്ളത്. ആ അസർബൈജാൻ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി തത്വത്തിൽ സമ്മതിക്കുക വളരെ പ്രയാസമാണ്. അവിടെ അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഉണ്ട്, ഇസ്രായേലുമായിട്ട് വലിയ ബന്ധമുണ്ട്, സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ്, നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ഭൂമി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ തങ്ങളുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രയാസം ഉണ്ടാവും. മാത്രമല്ല, അസർബൈജാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസിക്ക് മരണപ്പെട്ടത് ഹെലികോപ്റ്റർ ദുരന്തത്തിലാണ് മരണപ്പെട്ടതെങ്കിലും അസർബൈജാൻ്റെ ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനെ മാഞ്ഞു പോയിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരെ സാരമായിട്ട് ബാധിക്കുമെന്ന് അവർ കണക്കൂട്ടുന്നു. മൂന്നാമത്തെ രാജ്യം എന്ന് അഫ്ഗാനിസ്ഥാനും ഇറാനും തമ്മിൽ വലിയ സൗഹൃദമാണ്, വലിയ ബന്ധമാണ്. ചെറിയൊരു പ്രദേശം പാകിസ്ഥാൻ്റെ അതിർത്തി പങ്കിട്ടതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പാകിസ്ഥാന് നല്ലൊരു സാഹചര്യത്തിൽ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കക്ക് വേദി ഒരുക്കി കൊടുക്കുകയില്ല. അതിൻ്റെ കാര്യം അവിടെ വലിയ തോതിൽ ഷിയ വിഭാഗമുണ്ട് ഈ പാകിസ്ഥാനിൽ. അതിപ്പോൾ ഗസയിലേക്ക് സൈനികരെ അയക്കുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞ സമയത്ത് തന്നെ വലിയ പ്രശ്നം ഉണ്ടായത് അവിടെ ഷിയാക്കളാണ്. ഗസയിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തെ അയക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി അമേരിക്കക്ക് അനുകൂലിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമോ എന്ന് ഭയപ്പെടണം. പാകിസ്ഥാൻ്റെ രാഷ്ട്രീയം നമുക്ക് അറിയുന്നതാണ്, കലങ്ങി മറിയുന്ന രാഷ്ട്രീയമാണ്. സൈനിക കമാൻഡർ പ്രധാനമന്ത്രി ജയിലാക്കും, പ്രധാനമന്ത്രി സൈനിക കമാൻഡറെ ജയിലാക്കും, ഒരാൾ മറ്റാൾ വെടിവെച്ച് കൊല്ലും, ഇയാൾ ഇപ്പുറത്തുള്ള ആൾ വെടിവെച്ച് കൊല്ലും, അല്ലെ പിടിച്ച് ഞാൻ ജയിലിടും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ ജയിലിലാണ്. അയാൾ മരിച്ചതിന് റിപ്പോർട്ട് വന്നിരുന്നു, ജീവിച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. ആ രീതിയിലുള്ള കലങ്ങി മറയുന്ന ഒരു വ്യക്തതയില്ലാത്ത ഒരു രാഷ്ട്രീയ സ്ഥിതിയാണ് പാകിസ്ഥാനിലുള്ളത്. അപ്പോൾ അവരിങ്ങനെ കണ്ണു പൂട്ടിയിട്ട് ഈ അമേരിക്കയെ പിന്തുണച്ച് കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പിനെ സാരമായിട്ട് ബാധിക്കും. ആ സമയത്ത് അമേരിക്ക കൈമാറുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പേടി പാകിസ്ഥാനുണ്ട്. അപ്പോൾ അതും അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്താൻ വേണ്ടി അമേരിക്കയ്ക്ക് ഭൂമി വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്തൊരു കേസാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ അകത്ത് ഒരുപാട് പേർക്ക് ഈ മെസ്സേജുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റിനെ വാഴ്ത്തിക്കൊണ്ട് പേർഷ്യൻ ഭാഷയിലാണ് എഴുതിയത്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾ കാത്തിരിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വീണ്ടും പ്രക്ഷോഭം തുടങ്ങാനുള്ള ഒരു ആഹ്വാനം അതിൽ പറയുന്നില്ലെങ്കിൽ പോലും അതാണ് അതിൻ്റെ പരാമർശം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. പ്രക്ഷോഭ വിഷയങ്ങളൊക്കെ തുടങ്ങുക, ഞങ്ങൾ നിങ്ങളെ തലസ്ഥാന നഗരിയായിരിക്കാൻ തെഹ്റാനോട് ചേർന്ന് എത്തിയിരിക്കുന്നു, വളരെ പെട്ടെന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നതാണ് എന്ന തരത്തിലൊക്കെ. ഇതിനൊരു ആധികാരികത ഒന്നുമില്ല. അമേരിക്ക ആധികാരികമായിട്ട് അയച്ചായെന്നുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പരിമിതമായിരിക്കുന്ന സൈനിക നടപടിയും ആഭ്യന്തര കലാപത്തിനുള്ള ആഹ്വാനവും ഈ മെസ്സേജിനകത്ത്, ചില മെസ്സേജിനകത്ത് പറയുന്നുണ്ട് പേർഷ്യൻ ഭാഷയിൽ എന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. പക്ഷേ അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതിന് ഉദാഹരണം പറയുന്നത്
ലെബനാനിൽ നടത്തിയിരിക്കുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാൻ ഇസ്രായേൽ എന്ത് ചെയ്തിട്ടുണ്ട്? പേജർ ആക്രമണം നടത്തി, ഒരുപാട് പേരെ കൊലപ്പെടുത്തി, ഒരുപാട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അങ്ങനെ രാജ്യം തന്നെ ഞെട്ടിപ്പോയിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ ലെബനാൻ ഉണ്ടായ സമയത്ത്, ആ സമയത്താണ് ബങ്കർ ബസ്റ്റർ ബോംബ് കൊണ്ട് ലെബനാൻ ആക്രമിക്കുന്നത്. അവിടെയാണ് ഹിസ്ബുള്ള തലവൻ മേധാവിയായിരിക്കുന്ന ഹസൻ നുസ്രല്ല അടക്കം ഒരുപാട് സൈന്യ കമാൻഡറുകൾ കൊല്ലപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിന് സമാനമായിരിക്കുന്ന സ്ഥിതികൾ ഇറാനിൽ ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആദ്യഘട്ടത്തിൽ നടത്തിയ ശ്രമം തന്നെ അങ്ങനെയായിരുന്നു. പക്ഷേ അത് പാളിപ്പോയി, എങ്ങെത്താൻ സാധിച്ചിട്ടില്ല, വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇതിന് സമാനമായിരിക്കുന്ന രീതി ഇറാനിൽ ഉണ്ടാക്കിയാൽ വിജയിക്കുമെന്നൊരു കണക്ക് കൂട്ടി അത് പൊട്ടി, രണ്ടാം ഘട്ടം പൊട്ടാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് മേധാവി പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ശേഖരിക്കപ്പെട്ട ആയുധങ്ങളൊന്നും മതിയാവില്ല, നമ്മളോട് സഹകരിക്കുന്ന രാജ്യങ്ങളില്ല, നിസ്സഹകരണത്തിൻ്റെ ഇടയിലൂടെ ഒരു യുദ്ധം ചെയ്ത് ജയിക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസമാണ്, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അനിയന്ത്രിതമായ രീതിയിലുള്ള ഇസ്രായേലിൻ്റെ പിന്തുണ തന്നെ ഗുണപരമായിരിക്കുന്ന കാര്യമല്ല. ലോകത്തിലെ പരമാവധി രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് അകന്നുകൊണ്ടുപോയി പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ യുദ്ധം ഉചിതമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ സന്ദേശം അവസാനിപ്പിക്കുന്നത്.